മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമ്മുടെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ് ഡൈസ് ഇറ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ സിനിമയിലാണെങ്കിൽ നായകനായിട്ട് വരുന്നത് പ്രണവ് മോഹൻലാലാണ്. അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു റൂമർ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമ്മുടെ ലാലേട്ടൻ ഒരു ക്യാമിയോ റോൾ ചെയ്യുമെന്നും പറഞ്ഞ്. കാരണം ഇപ്പം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറയാം. നമ്മുടെ ഈ ഒരു സിനിമയുടെ ക്രൂ ഇതിനകത്താണെങ്കിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും പോലുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇവരുടെ ഒരു DP ഇട്ടിരിക്കുന്ന ഒരു റെഡ് ഷെയ്ഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒരു നോക്കി, പക്ഷെ നമ്മൾ നോക്കിയപ്പം ലാലേട്ടനാണെങ്കിലും ഈ ഒരു സെയിം അതേ ഒരു രീതിക്കാണ് DP ഇൻസ്റ്റാഗ്രാമിലെയും ട്വിറ്ററിലും ഒക്കെ ഇട്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് പല ഇതിൻ്റെ പോസ്റ്റുകളിലൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം വെച്ച് നോക്കുമ്പം പുള്ളിക്കാരൻ ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളൊരു സംഭവം ഭയങ്കരമായിട്ട് ഇപ്പോൾ റൂമറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ ആ DP കാണുമ്പോഴേ നമുക്കറിയാം പുള്ളി ഇങ്ങനെ ഫോട്ടോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത രീതിക്കാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് അപ്പോൾ നമുക്കൊരു റെഡ് ഷെയ്ഡ് ചെയ്യുമ്പോൾ അത്ര ഒരു അടിപൊളിയായിട്ട് തോന്നിക്കും. ആ ഒരു രീതിക്കാണ് ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമയിൽ പ്രണവ് മോഹൻലാലിൻ്റെ കൂടെ ലാലേട്ടനും ഉണ്ടാകുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടിരുന്നതിനെ കാണാം. എന്തായാലും ഈ ഒരു സിനിമ എല്ലാവരും ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒരു ഹൊറർ മൂവിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ രാഹുൽ സദാശിവൻ്റെ മുമ്പത്തെ സിനിമകൾ റെഡ് ട്രെയിൻ ആണെങ്കിലും ഭൂതകാലമാണെങ്കിലും ബ്രഹ്മയുഗമാണെങ്കിലും എല്ലാം വേറെ ഒരു ലീഗിലുള്ള സിനിമകളാണ്. അപ്പോൾ ഈ ഒരു സിനിമയെ ആ ഒരു റേഞ്ചിലുള്ള സംഭവമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് ആക്ടിങ് ഈ ഒരു സിനിമയിൽ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ലാലേട്ടനും കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് കാത്തിരിക്കുന്ന ആരൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ. ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കിടിലൻ ട്രെയിലറായിരുന്നു. ഈ സിനിമ അതുപോലെ തന്നെ കിടിലമാട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.